മാട്ര ജംഗ്ഷൻ മുതൽ വില്ലേജ് ഓഫീസ് വരെയും ഹെൽത്ത് സെന്റർ മുതൽ മാടാമ്പാറ വരെയും എല്ലാം 4 ആക്കി വിഭജിച്ച് ഒരു ഗ്രാമസഭയ്ക്ക് പോലും പോകാൻ പറ്റാത്ത വിധത്തില് വിദഗ്ധ മുറിച്ചു മാറ്റപ്പെട്ട അതിന്റെ പിന്നിലുള്ള എല്ലാ നല്ല കൈകളും വളരെ സന്തോഷത്തോടെ നന്ദി പറയുകയാണ്. കാരണം മലയുമെല്ലാം ജനിച്ചു വളർന്നാലും എല്ലാം പരസ്പര സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും ഭാഗമായിരുന്നുകൊണ്ട് മാത്രമാണ് 2015 എന്റെ ഭാര്യയെ ഇവിടുന്ന് ജയിക്കാനിടയായതും അതിനുശേഷം 100 വോട്ടിന്റെ പരാജയത്തിൽ ഞാൻ ഉണ്ടാകുമെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് വരെ കൊടുത്തിട്ടും 30 വോട്ടില് ഇവിടെ ജയിക്കാൻ എനിക്ക് കഴിഞ്ഞതും ഇവിടെ ഈ നാടിന്റെ ഒരു പൈതൃക സ്നേഹത്തിന്റെ ഭാഗമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ആ ഡിസംബർ 11 താഴെക്കൂട് പഞ്ചായത്തിലെ എത്രയോ വികസന കാര്യങ്ങൾ മുടങ്ങിക്കിടക്കുകയാണ്. അതിനൊരു അറുതി വരുന്നതിന് വേണ്ടി ആ വികസന കാര്യം തൊട്ട് 5 വർഷം മുമ്പ് ബഹുമാന്യനായ മഞ്ഞളാകുയി അലി സാഹിബിന്റെ ഫണ്ട് ഉപയോഗിച്ച് ഒരു ഹൈമാ സ്റ്റേറ്റ് നോക്കിമുത്തിയായി ഇവിടെ നിൽക്കുന്നു. എല്ലാവർക്കും കാണാവുന്നതാണ്. ഈ പഞ്ചായത്ത് അധികാരത്തിൽ വന്നതിന് ശേഷം 3 വർഷമായി നിരന്തരം നിവേദനങ്ങളും പ്രക്ഷോഭങ്ങളും പല പരിപാടികളുമായി സമകാലിക രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പ്രിയപ്പെട്ട സഭാർത്ഥ വളരെ വിശദമായി ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഡിസംബർ 11 നടക്കുന്ന ഇതര പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ ഒന്നിച്ച ഭൂരിപക്ഷത്തോടുകൂടി എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എന്നോടൊപ്പം മത്സരിക്കുന്നത് നമ്മുടെ ഗ്രാമപഞ്ചായത്തിലേക്ക് അഷ്റഫ് എന്ന കുഞ്ഞാപ്പിയാണ്. ഞങ്ങളുടെയൊക്കെ വീടുകളിൽ കയറി കുറേ പ്രാവശ്യം വോട്ട് അഭ്യർത്ഥിച്ചിട്ടുണ്ടാവും. നിങ്ങളുടെ അടുത്ത് തന്നെയുള്ള നിങ്ങൾക്ക് സുപരിചിതനായ അഷ്റഫിനെ കോണി അടയാളത്തിൽ നമുക്ക് വിജയിപ്പിക്കണം. അതുപോലെ തന്നെ റസീല ബഷീർ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നുണ്ട്. കോണി തന്നെയാണ് അടയാളം. 3 നമുക്ക് ആവശ്യമായ വികസന പ്രവർത്തനങ്ങളൊക്കെ ഞങ്ങൾ 3 പേരും ഒത്തൊരുമിച്ച് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നിന്നതാണ്. അപ്പൊ നിങ്ങൾ ഞങ്ങളോടൊപ്പം സഹകരിച്ച് നമുക്ക് എല്ലാവർക്കും കൂടി നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ നടത്താം. അതിന് ഞങ്ങൾ തയ്യാറാണ്. തീർച്ചയായും നിങ്ങൾ ഞങ്ങളോടൊപ്പം ഉള്ളതുപോലെ തന്നെ ഞങ്ങൾ നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടാവും. ഇത് കഴിഞ്ഞാലും ഉണ്ടാവും എന്ന് ഉറപ്പ് തരികയാണ്. ഇത് കഴിഞ്ഞ് നമ്മൾ പോകുന്നില്ല. നമ്മൾ അടുത്ത് തന്നെയാണ്. എല്ലാവരും അടുത്തുള്ള പ്രദേശത്തുകാരാണ്. അതുകൊണ്ട് ഞങ്ങൾ എങ്ങോട്ടും പോവില്ല. നിങ്ങളോടൊപ്പം നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഒരുക്കിത്തരാൻ ഞങ്ങളുണ്ടാകും എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സഹകരിക്കുകയും ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊണ്ടും ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് UDF. ഗ്രാമപഞ്ചായത്തിൽ കിലോമീറ്ററുകളോളം റോഡുകൾ അതേപോലെ മലർന്ന് കിടക്കുകയാണ്. വെട്ടിപ്പൊളിച്ച് പറഞ്ഞു ഒന്നും നേരെയാക്കാൻ ആളില്ല, ചോദിക്കാനും പറയാനും ആളില്ലാത്ത രൂപത്തിൽ ഭരണസമിതി അത് അവരുടെ ഉത്തരവാദിത്തമല്ല എന്ന് പറയുന്നു. പക്ഷേ ആലിപ്പുറത്ത് ഗ്രാമപഞ്ചായത്തിലും വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്തിലും ഭരണസമിതി നേതൃത്വം കൊടുത്തുകൊണ്ട് അത്തരം റോഡുകൾ ശരിയാക്കിയെങ്കിൽ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ അത് കഴിഞ്ഞിട്ടില്ല എങ്കിൽ എവിടെയാണ് പിഴവ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണമെന്നത് വിലയിരുത്തണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇവിടെ SIR-മായി ബന്ധപ്പെട്ട പങ്കപാടിലാണ് എന്തിനാ SIR ഇത്ര വളരെ ധൃതി പിടിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നടത്തേണ്ടത് എന്നുള്ളത് 100 ആവർത്തി ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരും അതുപോലെ തന്നെ കേരളത്തിലെ പ്രമുഖ സാമൂഹ്യ രാഷ്ട്രീയ കക്ഷികളും ഒക്കെ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും BJP-യുടെ ഗവൺമെന്റ് കാണിക്കാത്ത താല്പര്യമാണ് അതിവിടെ നടപ്പിലാക്കുന്നത്. പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഈ തെരഞ്ഞെടുപ്പിനിടയിലൂടെ ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശിക്കുകയും ചെയ്തത്. എന്താണ് അതിന്റെ പിന്നിലുള്ള രഹസ്യം എന്നത് ഒരാൾക്ക് മനസ്സിലാകുന്നില്ല. BJP ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾ അതല്ലെങ്കിൽ ഘട്ടം ഘട്ടമായി പടിപടിയായി കേരളത്തിൽ നടപ്പിലാക്കണമെന്ന് കരുതുന്ന കാര്യങ്ങളൊക്കെ അവരും പോലും അമ്പരപ്പിക്കുന്ന രൂപത്തിലുള്ള സ്പീഡിലാണ് നമ്മുടെ സംസ്ഥാനത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഉൾപ്പെടുത്തിയിട്ടുള്ള വിദ്യാഭ്യാസ പദ്ധതിയുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് വന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ആരെങ്കിലും ജയിച്ചാൽ പോരാ. നമ്മളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെയും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ഓരോ ഓണം കേറാമൂലയുടെയും സമഗ്രമായിട്ടുള്ള വികസനം ലക്ഷ്യമാക്കിയിട്ടുള്ള സ്ഥാനാർത്ഥികൾ ഇവിടെ ഭരണത്തിൽ വരണം. പഞ്ചായത്തിലാണെങ്കിലും ശരി, ബ്ലോക്ക് പഞ്ചായത്തിലാണെങ്കിലും ജില്ലാ പഞ്ചായത്തിലാണെങ്കിലും ഒക്കെ തന്നെ ഇവിടെ നിലവിൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഈ ഭാഗത്തെ പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് നിങ്ങളെല്ലാവരും എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചു.
ഞാൻ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റായി നമ്മുടെ ഈ പള്ളിക്കുന്ന് സ്കൂളിൽ 2 പ്രാവശ്യമായിട്ട് അവിടെ ടോയ്ലറ്റ് ഇല്ല എന്ന നിരന്തരമായ പരാതി പരിഹരിക്കുന്നു.